KPCC അധ്യക്ഷ സ്ഥാനത്തിനായി സമ്മർദ്ദവുമായി ജോസഫ് വാഴക്കൻ അനുകൂലികൾ രംഗത്ത്. സീറ്റ് നിഷേധവും സീനിയോരിറ്റിയും ചൂണ്ടിക്കാണിച്ചാണ് നീക്കം. സമുദായ പരിഗണനയും തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ജോസഫ് വാഴക്കനെ പിന്തുണയ്ക്കുന്നവർ നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തായാലും ഒരു മത്സരത്തിന് ഒരുങ്ങാൻ പറഞ്ഞു, മത്സരത്തിന് ഒരുങ്ങി ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി, അതിനുശേഷം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് പാർട്ടിക്ക് വിധേയനായി പിന്മാറി. ഇനി ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്കെങ്കിലും വേണം എന്നതാണ് ജോസഫ് വാഴക്കനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും രുചീഷ, ജോസഫ് വാഴക്കന് വലിയ അതൃപ്തി കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. കാരണം 1,00,000 പോസ്റ്ററുകളും 500-ലധികം ബാനറുകളും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും എടുത്തു മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ വെട്ടിമാറ്റുകയായിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുകൂലികൾ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സീറ്റ് നിഷേധവും ഒപ്പം തന്നെ സീനിയോറിറ്റിയും ചൂണ്ടിക്കാട്ടിയായിരിക്കും പുതിയ നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ സമുദായ പരിഗണനയും തുണയ്ക്കുമെന്നാണ് വിലയിരുത്തലുള്ളത്. സഭാ പിന്തുണയും അനുകൂലമാകുമെന്ന അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേതൃത്വത്തെ നിലപാട് അറിയിച്ച് ജോസഫ് വാഴക്കനെ പിന്തുണയ്ക്കുന്നവർ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കൻ അനുകൂലികളുടെ യോഗവും ചേർന്നിട്ടുണ്ട്. രുചീഷ്, സഹിൻ, 2 MP-മാർ കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും ഒക്കെ മത്സരിക്കാതിരിക്കുന്നതിന് പിന്നിലും ഈ ഒരു സ്ഥാനത്തിനുള്ള ഒരു കണ്ണുണ്ട്, അതുകൂടി ഇതിനു മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ജോസഫ് വാഴക്കനെ പോലെ തന്നെ ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും എല്ലാം KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഉന്നം വെച്ചിരിക്കുകയാണ്. എന്തായാലും ജോസഫ് വാഴക്കനും ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കാരണം ഈ സീറ്റ് നിഷേധം അദ്ദേഹത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഘാതം അദ്ദേഹം ഒഴിവാക്കണമെങ്കിൽ തനിക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് അദ്ദേഹം വഴിമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രുചീഷ്.